Orange Media. മിസ്റ്റർ റിയാസ്. യെസ്, ഐ എം റിയാസ്. ഞാൻ ഷംനയാണ്. ഓ, എനിക്കറിയാം. നമുക്കൊന്ന് നടന്നാലോ? മനാഫും നീയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അത് റിയാസ്, മനസ്സും ശരീരവും എൻ്റെ ജീവൻ പോലും മനാഫിന് വേണ്ടി സമർപ്പിച്ചോളാണ് ഞാൻ. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ, അനുഭൂതി തഴുകിയ പ്രണയ സല്ലാപങ്ങൾ. പക്ഷേ ആ സന്തോഷ നിമിഷങ്ങളെ ഊതിക്കെടുത്തിയാണ് അവൾ വന്നത്. ആരെന്ന് എനിക്കറിയില്ല. മനാഫിന്റെ പുതിയ കാമുകിയാണെന്ന് എനിക്കറിയാം. അത് നിന്റെ ഊഹം. സത്യം എന്താണെന്ന് അറിയാൻ നീ ശ്രമിച്ചില്ല, അതല്ലേ സത്യം? ആക്സിഡന്റ് നടന്ന് റോഡ് സൈഡിൽ കിടന്നിരുന്ന മനാഫ് എൻ്റെ ബാല്യകാല സുഹൃത്തൊന്നുമല്ല. ബട്ട് അതിനേക്കാൾ വലിയൊരു ബന്ധം ഇന്ന് ഞങ്ങൾക്കിടയിലുണ്ട്. അവനെ രക്ഷിക്കാൻ ശ്രമിച്ച നന്മയ്ക്കുള്ള നന്ദിയായിരിക്കാം. നീ അവനൊട്ട് പോയതിലും അവനെ തെറ്റിദ്ധരിച്ചതിലും മനംനൊന്ത് അവൻ എന്നും മദ്യപിച്ചിരുന്നു. ആക്സിഡന്റ് നടന്ന ദിവസം പതിവിലും കൂടുതൽ. പ്രണയം ദുഃഖമാണുണ്ണേ, ലഹരിയല്ലോ സുഖപ്രദം. ചതിയാണിവിടെ. വിധി തുടർക്കഥകളാവുന്നു. എൻ്റെ കഥയിലെ കാമുകിയും വഞ്ചകയും അവൾ തന്നെ. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെൻ്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെൻ്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. നീ തന്ന നോവിൻ്റെ വേദനയ്ക്കു നിന്നോടു തീരില്ല പരിഭവം. നീ ഒന്നറിഞ്ഞേക്ക് ഇല്ല അതിനോളമുള്ളു പിടയുന്ന സങ്കടം. വിധിയാണിതെന്ന് പറയുന്ന മുമ്പേ നീ ഒന്നു ചിന്തിച്ചിട്. ചതിയാണു നീ ചെയ്തതെന്നറിഞ്ഞിടന്നിട്ട് വാദിച്ചിട്. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്ന. എന്താ ഭയങ്കര ഹാപ്പിയാണല്ലോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിന്നെ കാണുന്നതിന് ഏറ്റവും വലിയ സന്തോഷല്ലേ. ഓ, സുഖിച്ചു. ഇത് ഏത് ബുക്കാ? ഇത് പി കേശവൻ നായരെ പ്രപഞ്ചം നടന്ന ബുക്കാ. എനിക്ക് തരുമോ? ഓ, എന്നെ തന്നെ നിനക്കുള്ളല്ലേ. പോടാ. വെച്ചതൊരുപാടു സ്വപ്നമതിലേറെ നീ തന്നു നോവ്. കൂടൊഴിഞ്ഞങ്ങു പോയതിൽ പിന്നെനിക്കു മുഖമാ പതിവ്. വേറൊരാളെ വധുവായതിൽ ചെയ്ത കുറ്റമെന്തെന്ന് പറയേ. മീറി ഞാൻ ഇന്നതോർത്ത് കരയുമ്പോഴുള്ള നോവൊന്ന് അറിയേ. അകലുവാൻ തുനിഞ്ഞന്നു മുതലേ അവൾക്കു വല്ലാത്ത മാറ്റം. അറിയുകില്ല അവളെന്തു ഭാവിച്ചു കണ്ടു ഇല്ലാത്ത കുറ്റം. നെയ്തെടുത്ത കനവിൻ്റെ കൊട്ടാരമിന്ന് പാടെ തകർന്നു. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെൻ്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. മോനെ ചായ.
മോനെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഒരു കുഴപ്പമില്ലമ്മ, ചൂടുകാലമായതുകൊണ്ടാ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന്. പിന്നെ നമ്മളൊരു സമാധാനത്തിന് അവര് പറഞ്ഞ ടെസ്റ്റൊക്കെ ചെയ്ത്. എന്റെ കുഞ്ഞിപ്പാത്തോന് പടച്ച ഒരു കുഴപ്പം വരുത്തൂലമ്മ. നീ എനിക്കിന്നൊരോർമ്മ മാത്രമായി തീരുമെന്നു കരുതിയില്ല. നീ പകർന്ന മുറിവേറ്റ് ഇന്നുമെൻ കണ്ണുനീരു തോർന്നില്ല. വീണുപോയതോ വലിയ കെണിയെന്ന് ഞാൻ അറിഞ്ഞിടാൻ വൈകി. വീണ്ടും ആ മുഖം കണ്ടിടാൻ കൊതിയില്ല, അതിനോളം നൽകി. പഴി പറഞ്ഞു സ്വയമേറ്റ വിധിയോട് ഉരുകിയെരിയുന്ന മനസ്സ്. പുതുവഴി തിരഞ്ഞു ഒന്നാകെ മാറി, ഇനി അവളെ ഓർക്കില്ലി ആയുസ്. ചെയ്ത പിഴവെന്ത് എന്നു പോലും എന്നോട് പറയാതകന്നു. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെന്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെന്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. നീ തന്ന നോവിന്റെ വേദന. ഡോക്ടർ പ്ലീസ്, എനിക്കെന്റെ അനിയത്തിക്കുട്ടിയെ തിരിച്ചു തരണം. ദൈവം അനുഗ്രഹിച്ച നിന്റെ അനിയത്തിക്കുട്ടിയെ ഞാൻ തിരിച്ചു തരും. ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് തുടക്കത്തിൽ അത്ര വലിയ അസുഖമൊന്നുമല്ല. ഡോണ്ട് വറി. മുമ്പേ നീ ഒന്നു ചിന്തിച്ചിട്. ചതിയാണു നീ ചെയ്തതെന്നറിഞ്ഞിടന്നിട്ട് വാദിച്ചിട്. ഓർമ്മകൾക്ക് മുറിവേറ്റ കഥയിലവളായിരുന്നെന്റെ കാമുകി. ഓർത്തിടുമ്പോൾ മിഴി നിറയുവാൻ ഇന്ന് കാരണം തീർത്ത വഞ്ചകി. എനിക്ക് മനുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനി ഒരുപാട് ദൂരമൊന്നും പോകണമെന്നില്ല. എൻ്റെ തൊട്ടരികത്തുണ്ട്. മനു മാത്രമല്ല, ഡോക്ടർ ബിന്ദു. അങ്ങോട്ട് നോക്കിയ. മനു, ഐ ആം വെരി സോറി. ബൈ ദ ബൈ, ഡോക്ടർ കല്യാണം കഴിച്ചാണോ? യെസ്, ബട്ട് ഡൈവോഴ്സ് ആണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താ പറഞ്ഞേ? ഏയ്, താങ്ക് ഗോഡ് എന്ന് പറയായിരുന്നു. ഞാൻ ഡിവോഴ്സ് അല്ല, ഫ്രീ ആണ്. മാത്രല്ല ഫ്രഷ് ആണ്. ആ